ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ചോക്ലേറ്റുകളാണ് കേട്ടോ. ഇതെനിക്ക് എൻ്റെ ആൻറ്റിയുടെ രണ്ട് മക്കൾ, അതായത് ഒരാൾ കാനഡയിലും ഒരാൾ ഓസ്ട്രേലിയയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. ആൻറ്റി എന്ന് പറയുന്നത് ഞാനന്ന് ഈസ്റ്ററിൻ്റെ വീഡിയോയിലൊക്കെ അന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കി തന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈസ്റ്ററിൻ്റെ അന്ന് ഫ്ലവർ ആൻറ്റി. അപ്പോൾ ആൻറ്റിയുടെ മക്കളാണ് കേട്ടോ വന്നത്. അപ്പോൾ അവർ തന്ന ചോക്ലേറ്റ്സ് ആണ് ഈ കാണുന്നതൊക്കെ. നല്ല അടിപൊളി ചോക്ലേറ്റ്സുകളായിരുന്നു, എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഇവിടുത്തെ കടകളിലൊന്നും അധികം കണ്ടിട്ടില്ല ഇങ്ങനത്തെ മിഠായിയൊന്നും. ഞാൻ അധികം കണ്ടിട്ടുള്ളത് സ്നിക്കേഴ്സ്, മാർസ്, ബോണ്ടി, ടോബ്ലറോൺ അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റുകളായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റുകളാണ് അധികം ഉണ്ടായിരുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ലിൻഡിൻ്റെ തന്നെ വെറൈറ്റി ചോക്ലേറ്റുകളാണ് കേട്ടോ ഈ കിടക്കുന്നത്. ചിലത് ഉരുണ്ടത്, ബോൾ പോലത്തെ, ഓവൽ ഷേപ്പിൽ, അങ്ങനെ പല പല ഷേപ്പുകളിലുള്ള ചോക്ലേറ്റ്സുകളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിൻഡിൻ്റെ തന്നെ ബ്ലൂ കളറിലുള്ളൊരു ചോക്ലേറ്റ് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നല്ല ഉരുണ്ട് നല്ല ഷൈനിങ് ആയിട്ടുണ്ട് ഇരിക്കുന്ന ആൾ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഹേസൽനട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇതും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി ക്രഞ്ചി ക്രിസ്പി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അത് കഴിഞ്ഞ് അടുത്തത് ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു. അതും അതിൻ്റെ പുറത്ത് ചെറിയ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ക്യാമറയിൽ അധികം അങ്ങോട്ട് ഫോക്കസ് ആയിട്ടില്ല ചോക്ലേറ്റ്. അതും ഒന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ളിലൊരു കാരമൽ ഫില്ലിങ് വരുന്നൊരു ചോക്ലേറ്റ് ആയിരുന്നു. അതും നല്ല അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. പിന്നെ അടുത്ത് ഒരു പിങ്ക് കളറിലുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജോണ് വന്ന് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് നോക്കി പോയിട്ടതാണ് അവൻ്റെ ഒരു കൈയൊക്കെ കണ്ടത് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അടുത്ത് ഞാൻ ഓപ്പൺ ചെയ്തത് പിങ്ക് കളറിലുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ഏകദേശം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു വരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വളരെ സോഫ്റ്റും പിന്നെ ഒരു ച്യൂവിയും ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ചോക്ലേറ്റാണ്, അതും ലിൻഡിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതൊരു ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഡാർക്ക് ചോക്ലേറ്റിന് സ്വതവേ ഒരു ബിറ്റർ ടേസ്റ്റ്, ചെറിയൊരു കനപ്പ് രസം ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു വേറൊരു കൊക്കോൻ്റെ ഒക്കെ ഒരു കളറിലുള്ളൊരു സംഭവമായിരുന്നു. ചോക്ലേറ്റ് തന്നെയാണ്, എന്നാലും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതും ലിൻഡിൻ്റെ തന്നെ ഒരു ചോക്ലേറ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഒരു മിൽക്ക് ചോക്ലേറ്റാണ്. പിന്നെ അതിൻ്റെ നടുഭാഗം ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ നടുഭാഗം അപ്പോൾ ലിൻഡിന്നൊക്കെ നല്ല ഭംഗിയിൽ അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ നടുഭാഗം ഞാൻ ഒടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളും നട്ട്സുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു കറുമുറു പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റായിരുന്നു. പിന്നെ അടുത്തതൊരു ബ്ലൂ കളറിലുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലും ഒരു കാരമൽ ഫില്ലിംഗ് ഉണ്ടായിരുന്നു. അതും നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റിലുള്ള ചോക്ലേറ്റുകളായിരുന്നു. പിന്നെ നമുക്കറിയാം, പിന്നുള്ളത് സ്നിക്കേഴ്സ്, അത് നമുക്കിവിടെ കണ്ടുവരുന്ന ഒരു ചോക്ലേറ്റാണ്. പിന്നെ അടുത്തത് ലിൻഡിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കളറിലുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ലിൻഡിൻ്റെ ഗോൾഡൻ കളറിലുള്ളൊരു ചോക്ലേറ്റാണിത്. അപ്പോൾ അതിൽ വരുന്നത് ഒരു മിൽക്ക് ചോക്ലേറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടത് നല്ലൊരു ബ്ലാക്ക് കളറിലുള്ളായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. ഇതൊരു മിൽക്ക് ചോക്ലേറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മിൽക്കിൻ്റെ ഒരു കണ്ടൻറ്റുള്ളൊരു ഫില്ലിംഗ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൈയും നിറഞ്ഞ് കവിഞ്ഞ് അതിലധികം ചോക്ലേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചോക്ലേറ്റുകളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.